everyone, welcome to Junior Set. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മൈൻഡ് റീഡിംഗ് വല്ല എക്സ്പെരിമെൻ്റ് അല്ല. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മാജിക്കാണ്. അതെ, നമ്മളിന്നൊരു മാജിക്കാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് മാജിക്കിന് വേണ്ടത് ആദ്യം ഒരു A4 എടുത്തിട്ട് അത് നമുക്കൊരു സ്ക്വയറിലുള്ള പോലെ കട്ട് ചെയ്തെടുക്കണം. കട്ടിങ്ങിൻ്റെ പോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് നമുക്കൊരു ജസ്റ്റ് ഒന്ന് സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾ അത്ര വലുത് വേണ്ട, കുറച്ചൊക്കെ ബിഗ് ആയിക്കോട്ടെ, കുറച്ചൊക്കെ വലുതായിക്കോട്ടെ, നിങ്ങൾക്ക് നല്ലപോലെ ചെയ്യാനുള്ളൊരു ഇതൊക്കെ ഉണ്ടാവുള്ളൂ, ഒരു സ്പേസും. ഇതാ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി അത് കറക്റ്റ് കീറണം. ഓക്കെ, നമുക്കിത് കറക്റ്റായിട്ട് കീറാം. കറക്റ്റായി കിട്ടണം കേട്ടോ സ്ക്വയർ. അല്ലെങ്കിൽ കറക്റ്റായി കിട്ടിയില്ലെങ്കിൽ നമ്മൾ മാജിക് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മളിങ്ങനെ കാട്ടുന്നുണ്ട് എന്ന്. അപ്പോൾ നമ്മളെ മാജിക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്താണ് നോക്ക്. ഓക്കെ, ഞാനിപ്പോൾ ഒരു സ്ക്വയർ പേപ്പർ ഷേപ്പുള്ള ഒരു ഇതെടുത്തിട്ടുണ്ട്, ഒരു പേപ്പർ. ഇതുമ്പോൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് ഒരു പേപ്പർ കിട്ടിയാൽ മതി. ഏതാ ഈ പേപ്പർ കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാജിക്കാണ്. പിന്നെ ഒരു കോയിനും കോയിൻ എടുത്ത ഒരു കോയിൻ എടുക്കുക. ഈ കോയിൻ എടുത്തിട്ട് നമ്മൾ ആദ്യം നമുക്ക് മാജിക് കാണിച്ചു എന്നിട്ടുള്ളതൊക്കെ പറഞ്ഞുതരും. ഓക്കെ, ഞാൻ മാജിക് കാണിക്കാൻ പോവാണേ. ആദ്യം ഞാൻ കോയിൻ എടുത്തു. ഇവിടെ കോയിൻ എടുത്തിട്ടു ഇവിടെ വെച്ചു. പേപ്പറിൻ്റെ ഇവിടെ ഒന്നുമില്ല കേട്ടോ, എൻ്റെ കയ്യിലൊന്നുമില്ല. പേപ്പറിൻ്റെ ഇവിടെ ഒന്നുമില്ല, നല്ല ശ്രദ്ധിച്ച് കണ്ടോളൂ, ഒന്നുമില്ല. പിന്നെ എനിക്കാകെ ഈ കോയിന് മാത്രമേ. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഞാൻ ഇവിടെ ഇട്ട് ഞാൻ വെക്കുന്ന കോയിന് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ആ കോയിന് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കോയിനെ ഞാൻ കീറിക്കളയും അല്ലേ. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്യുന്നു കേട്ടോ. ഞാൻ ഒന്ന് ജസ്റ്റ് മടക്കുന്നുണ്ട്, നല്ല ശരിയാവുള്ളൂ. ഇത് നിങ്ങൾ ചിലപ്പോൾ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലല്ലാണ്ട് വേറെ ഏതെങ്കിലും കണ്ടിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്യുക അതൊക്കെ പറഞ്ഞു തരാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഫോൾഡ് ചെയ്തു. ഇപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ കോയിനുണ്ട് കേട്ടോ. നമ്മൾ കണ്ടോ, കോയിൻ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഞാൻ ഈ കോയിന് ഒരു വട്ടം കീറിക്കളയും. നിങ്ങൾക്കിപ്പോൾ അങ്ങനെ വിചാരിക്കും അല്ലേ? അതെ, നമ്മൾ കീറി കളയാൻ പോവാണ്. അപ്പോൾ ആദ്യം ഞാൻ എടുത്തിട്ടുണ്ട് കോയിന് വെച്ചു. കണ്ടോ, കോയിൻ്റെ പ്രിൻ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കോയിൻ്റെ പ്രിൻ്റ് എന്ന് വെച്ചാൽ കാണാണ്ടോന്ന് അറിയില്ല, ഉണ്ടല്ല ക്യാമറയിൽ കാണുമ്പോൾ കാണാനില്ല. എൻ്റെ ക്യാമറ അത്ര ഇതില്ലാത്തോ, അങ്ങനെ ക്ലാരിറ്റി ഇല്ലാത്തതാണ്. കാരണം ഞാൻ പ്രോയിലാണ് എടുക്കുന്നത്, ക്യാമറയാണ്. അപ്പോൾ അതിൽ നല്ലപോലെ കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്കും ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ പ്രോ വിചാരിക്കുമ്പോൾ ഇത് ക്യാമറ അങ്ങനെ വിചാരിക്കൂല. അതല്ല ഞാൻ പറഞ്ഞത്, ക്ലാരിറ്റി കുറച്ച് പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ഞാൻ നല്ല ഫോൾഡ് ചെയ്ത് കറക്റ്റ് ആക്കണം, നല്ല കറക്റ്റ് ആക്കണം കേട്ടോ. ഇന്നെ കോപ്പി ചെയ്തോ എന്നാലേ നിങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫോൾഡാക്കി കോയിൻ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി ഒന്നുകൂടി ഇവിടെ സൈഡിലൊന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഫോൾഡ് ചെയ്തു. ഇതൊരു ലോങ് വീഡിയോ ഇട്ടാൽ നിങ്ങൾ കുറച്ചേരം ഇരുന്ന് കാണേണ്ടി വരും. ഒരു ലോങ് ടൈപ്പാണ്, അപ്പോൾ നിങ്ങൾ കുറച്ചേരം ഇരുന്ന് കാണണം. പിന്നെ നമ്മളിങ്ങനെ മടക്കി കഴിയുമ്പോൾ ഇവിടെ കുറച്ച് ബാക്കി വരും. ഇത് നമുക്ക് വേണ്ട, അത് നമുക്ക് വേസ്റ്റ് ആക്കണം. വേസ്റ്റ് ആക്കണമെന്നല്ല, ഇത് നമുക്ക് വേസ്റ്റാണ്, ഇത് വേണ്ട, ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യണം, ഇത് കീറിക്കളയണം. അതെ, നമ്മളിത് കീറിക്കളയും. ഇപ്പോഴൊക്കെ ഈ പേപ്പറിൻ്റെ ഉള്ളിൽ ഇത് കോയിൻ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ആ പ്രിൻ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ലേ? കോയിൻ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അമർത്താനും ഒന്നും പറ്റില്ല, നല്ല കോയിൻ ഇരിക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറയല്ല, ശരിക്കും പറയാണ്. കോയിൻ ഞാൻ ശരിക്കും വെച്ചിട്ടോ, അപ്പോൾ എടുത്തിട്ടൊന്നുമില്ല.
നമ്മൾ മടക്കി അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എന്താണ് നിങ്ങൾക്കറിയോ? ജസ്റ്റ് ഇതിൻ്റെ ചുറ്റുപാടൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ, കറക്റ്റ് അല്ലെന്നൊക്കെ. ഓക്കെ, കറക്റ്റാണല്ലേ. പിന്നെ ഞാനൊന്നും കൂടി ഫോൾഡ് ചെയ്തു. ഗൈസ്, ഞാൻ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഫൈനൽ സെക്ഷൻ എത്തിയിട്ടുണ്ട്. എൻ്റെ കോയിൻ ഇപ്പോഴും ഇവിടെ ഉണ്ട്. നമുക്ക് അത് മടക്കാനും ഒന്നിനും പറ്റുന്നില്ല. കറക്റ്റ് കോയിൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ വെറുതെ പറയല കേട്ടോ, ശരിക്കും പറയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കോയിനെ കീറി കളയാൻ പോവാണ്. എങ്ങനെയാണല്ലേ നിങ്ങളിത് എങ്ങനെ കീറി കളയുന്നു അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കൂലേ? അതെ, ഞാൻ അത് കീറി കളയാൻ പോവാണ്. ഞാൻ പറയപ്പെടാട്ടോ, സോറി. ഓക്കെ, നമ്മൾ കീറി കളയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ കോയിന് എപ്പോഴും ഇവിടെ പ്രിൻ്റ് കൊണ്ട് വേണം. ഈ പ്രിൻ്റ് വേണം കോയിൻ്റെ, അതില്ലെങ്കിൽ മാജിക് ഫ്ലോപ്പ്. ഇപ്പോൾ നമുക്ക് മാജിക് അങ്ങ് കാണിച്ചു തരാം. ഇത് കീറി കളയുമ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾ ഒന്നിങ്ങനെ ആക്കുക. അല്ല, ഇങ്ങനെയല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ആക്കിയാൽ അവർ മനസ്സിലാവില്ല. ഞാൻ സോറി, മറന്നു പോയതാണ്. നമ്മൾ ഇവിടുന്ന് ഞാൻ മടക്കിയപ്പോൾ എങ്ങനെയാണ് മടക്കിയതെന്ന് അറിയോ? ആദ്യം ഞാൻ മടക്കിയപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മടക്കിയത്. അത് നിങ്ങൾക്ക് കാണിച്ചിട്ട് ഞാൻ കാണിച്ചൊന്നുമില്ല, നിങ്ങൾക്ക് മാജിക് മനസ്സിലായിക്കോട്ടെ എന്ന്. ഞാൻ ഇവിടെ കോയിൻ വെച്ചിട്ട് ഇതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് ഇത് ഇങ്ങനെ മടക്കി. ഇവിടെയാണ് കോയിൻ്റെ ശരിക്കുള്ള മുമ്പ് സൈഡ്, മുമ്പിലത്തെ സൈഡ്. അപ്പോൾ ഞാൻ രണ്ടും ബാക്കിലേക്ക് മടക്കിയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാണ്ടാണ് ആക്കിയത്. അപ്പോൾ നിങ്ങൾ ഇതിനെ കോപ്പി അടിച്ചിട്ടാണ് ചെയ്യാൻ. അവർക്ക് മനസ്സിലാവുക നമ്മളെ എങ്ങനെയാണ് മടക്കുന്നതെന്ന്. ബാക്ക് സൈഡിൽ ഇവിടെ ഉണ്ടാവില്ലേ, അതൊന്ന് ബാക്കിലേക്ക് മടക്കിയാൽ മുമ്പ് സൈഡ് നോക്കൂ, കോയിൻ ഇവിടെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ കോയിനിക്ക് വരാനുള്ളൊരു ഹോളും ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? കോയിനിക്ക് വരാനുള്ള ഹോൾ ഇതാണ് കേട്ടോ. ഇവിടെ കാണാണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കോയിൻ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്തെങ്കിലും അങ്ങനെ ആക്കിയിട്ട് വരുന്നില്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഒരു നമ്മൾ കോയിൻ വെച്ച സ്ഥലമല്ലേ, അവിടെ കൂടെ നമ്മൾ നമ്മൾ ഇങ്ങനെ വരില്ലെങ്കിൽ ബാക്ക് സൈഡ് ഇങ്ങനെ തുറന്നിട്ട് ഇതിൻ്റെ ബെഡന്ന് കാണും. അപ്പോൾ നമുക്ക് അത് വേണ്ട, ഞാൻ വേറെ ഒട്ടിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ പ്രസ് ചെയ്യുക ജസ്റ്റ്. അപ്പോൾ കോയിൻ ഇങ്ങോട്ട് വിടർന്ന് വരുന്നുണ്ടാവും. അപ്പോഴും ആ പ്രിൻ്റ് അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. കോയിന് ഇടയ്ക്ക് വരരുതല്ലോ, അപ്പോൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ശരിക്കും ഇവിടെയാണ് കോയിൻ ഉള്ളത് പോലെ അവർക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ കോയിൻ ഇവിടെയാണുള്ളത് അവർക്കറിയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈ മാറ്റിയിട്ട് എടുക്കുക. അവർ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ കാണാണ്ട് ഇങ്ങനൊന്നും ആക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുക, അതിൻ്റെ കോയിൻ ഉണ്ട്, എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ കീറി കളയുക. മനസ്സിലായോ? ഇതാണ് മാജിക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഇന്ന് കുറേ മാജിക്കും കുറേ മൈൻഡ് റീഡിങ് കുറേ എക്സ്പെരിമെൻറ്റാണ് കൂടുതലുണ്ടാവുക. അതൊക്കെ നിങ്ങൾ കാണണം. അപ്പോൾ ഞാൻ ഇന്ന് ഇതിന് സയൻറ്റിസ്റ്റിൻ്റെ കുപ്പായൊന്നും ഇട്ടിട്ടില്ല, ഡ്രസ്സൊന്നും അങ്ങനെ മാറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ മാജിക്കൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മാജിക്കിൻ്റെ ട്രിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മാജിക്ക് കാണിച്ചിട്ട് ട്രിക്ക് കാണിച്ചു തരാൻ. പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞത് വെറുതെയാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആ മാജിക്ക് കാണിക്കുന്നതിൻ്റെ ഇടയിൽ ഇന്ന് ട്രിക്കും പറഞ്ഞു തന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഓക്കെ, ബൈ ബൈ.